നമസ്തേ. UGC NET സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 2024 ഡിസംബർ സൈക്കിളിൽ നടക്കാനിരിക്കുന്ന പരീക്ഷ അടുത്തു വരികയാണ്. മറ്റാമുഖങ്ങളൊന്നുമില്ലാതെ പറയാം. പുരാണ ഇതിഹാസ എന്ന ഒരു യൂണിറ്റിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പുരാണ വ്യുത്പത്തി എന്നുള്ളത്. ഇവിടെ പുരാണം എന്നുള്ള ശബ്ദം എങ്ങനെ ഉണ്ടായി എന്നുള്ള വ്യുത്പത്തിയാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ചില വ്യാകരണപരമായിട്ടുള്ള വ്യുത്പത്തികളാണ്. പുരതി അഗ്രേ ഗച്ഛതി ഇതി തുദാദിഗണപഠിതാത് പുര അഗ്രഗമനെ ഇതി ധാതോഃ ഔണാദികാത് കാപ്രത്യയേ പുരാശബ്ദഃ നിഷ്പദ്യത്തെ ഏഷോ അവ്യയമിതി സ്വീക്രിയത്തെ. പുരാശബ്ദഃ ത്രിഷു അർത്ഥേഷു പ്രയുജ്യത്തെ യഥാ സ്യാത് പ്രബന്ധേ പുരാതീതേ സങ്കടാഗമികേ തഥാ ഇതി. അത്ര വ്യാകരണപരമായിട്ടുള്ള ചില വ്യുത്പത്തികൾ പറയുകയാണ്. പുരാഭവം പുരാണം എന്നർത്ഥത്തിൽ. പുരാ ഇതി അവ്യയശബ്ദാത് സായം ചിരം പ്രാഹ്ണേ പ്രഗ്രേവ്യയേ ഭ്യഷ്ട്യുട്യുലൗ തുച്ഛ ഇതി സൂത്രേണ തുടാഗമേ ട്യുപ്രത്യയേ ച തദനു യുവരനാകൗ ഇതി സൂത്രേണ അനാദേശേ പുരാതന ഇതി ശബ്ദഃ നിഷ്പദ്യത്തെ. കിന്തു ഭഗവതാ പാണിനിന പൂർവകാലൈക സർവജരത് പുരാണ നവകമ്പളാഃ സമാനാധികരണേന തഥാ പുരാണപ്രോക്തേഷു ബ്രാഹ്മണകൽപേഷു ഇതി സൂത്രയോഃ പുരാണശബ്ദസ്യ പ്രയോഗഃ കൃത ഇതി ഹേതോഃ തുടാഗമാഭാവാത് പുരാന ഇതി ജാതേ. അട്കുപ്വാങ്നും വ്യവായേപി ഇത്യനേന ണത്വേ നിപാതനാത് പുരാണശബ്ദസ്യ സിദ്ധിർഭവതി. രണ്ടാമത്തെ വ്യുത്പത്തി പുരാ അണ്യത്തെ അതീതാത് അർത്ഥാൻ ജീവയതി ഇതി വ്യുത്പത്തൗ. പുരാ അണ്യത്തെ എന്നുള്ള വ്യുത്പത്തി, അതായത് അതീതങ്ങളായിട്ടുള്ള അർത്ഥങ്ങളെ ജീവിപ്പിക്കുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങളെ ജീവിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പുരാ ഉപപദപൂർവകാത് ദൈവാദികാത് അണ് പ്രാണനെ ഇതി ധാതോഃ നന്ദിഗ്രഹി പചാദിഭ്യോ ലുണിന്യചഃ ഇതി സൂത്രേണ അച് പ്രത്യയേ അച് ഘഞന്താഃ പുല്ലിംഗാഃ ഭവന്തി. പരന്തു പുരാണം പഞ്ചലക്ഷണം പുരാണം യജുഷാ സഹ ഇതി ആർഷപ്രയോഗാത് പുരാണശബ്ദസ്യ നപുംസകലിംഗേ പ്രയോഗാത് പുരാണശബ്ദസ്യ ക്ലീബത്വമേവ. പുരാണം എന്നുള്ളത് നപുംസകലിംഗത്തിലുള്ള ശബ്ദമാണ്. അടുത്ത ഒരു വ്യുത്പത്തി പറയുന്നു. പുരാ അതീതാൻ അർത്ഥാൻ അണതി കഥയതി. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ എന്ന വ്യുത്പത്തി. പുരാ ഉപപദപൂർവകാത് ഭൗവാദികാത് അണ് ശബ്ദേ വാ കഥനെ ഇതി ധാതോഃ നന്ദിഗ്രഹി പചാദിഭ്യോ ലുണിന്യചഃ ഇതി സൂത്രേണ അച് പ്രത്യയേ അച് ഘഞന്താഃ പുല്ലിംഗാഃ ഇതി സിദ്ധേ പുരാണമിതി നപുംസകേ ആർഷപ്രയോഗഃ. നാലാമത്തെ വ്യുത്പത്തി ശ്രീകൃഷ്ണ മണിത്രിപാഠിന സ്വീയേ പുരാണപര്യാലോചനേ ഗ്രന്ഥേ. പുരാണപര്യാലോചനം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണമണി ത്രിപാഠി അദ്ദേഹം പറയുന്നു. പുരാശബ്ദാത് നീൻ പ്രാപണേ ഇതി ധാതോഃ ഔണാദികേ ഡപ്രത്യയേ കൃതേ ടി ലോപാത് ണത്വവിധാനാച്ച പുരാണശബ്ദസ്യ നിഷ്പത്തിർ വിഹിത എന്ന്. ഇനി അഞ്ചാമത് പറയുന്ന ഒരു വ്യുത്പത്തിയാണ്. അത് നിരുക്തകാരനായിട്ടുള്ള യാസ്കാചാര്യരുടേതാണ്. അദ്ദേഹം പറയുന്നു, യാസ്കാചാര്യർ പറയുന്നു, പുരാ നവം ഭവതി ഇതി പുരാണം. പുരാ നവം ഭവതി ഇതി പുരാണം എന്നാരാണ് പറയുന്നത്? യാസ്കാചാര്യരാണ്. നിരുക്തകാരനായിട്ടുള്ള യാസ്കാചാര്യരാണ്. ഇതാണ് 2022 ചോദിച്ച ചോദ്യം. പുരാ നവം ഭവതി എന്ന പുരാണ ശബ്ദത്തിന് വ്യുത്പത്തി പറയുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം യാസ്കാചാര്യർ എന്നതാണ്. അത്ര യാസ്കാചാര്യസ്യ അഭിമതമസ്തി യത് യേഷു ഗ്രന്ഥേഷു പ്രാചീനഭൂതേഷ്വപി നവീനതായാഃ ഭാവഃ അക്ഷുണ്ണോ ഭവേത് ത ഏവ പുരാണശബ്ദേന വ്യപദേശ്യാഃ ഗ്രന്ഥാ ഭവന്തി. അടുത്തത് ആറാമത് പറയുന്ന വ്യുത്പത്തിയാണ്. ജീവഗോസ്വാമിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഭാഗവത സന്ദർഭം എന്നുള്ള ഗ്രന്ഥത്തിലാണ് ജീവഗോസ്വാമി
ഇങ്ങനെ പുരാണ ശബ്ദത്തിന് വ്യുത്പത്തി പറയുന്നത് പൂരണാത് പുരാണം എന്ന്. പൂരണാത് പുരാണം എന്ന് പുരാണ ശബ്ദത്തിന് വ്യുത്പത്തി പറയുന്ന ആചാര്യനാണ് ജീവഗോസ്വാമി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഭാഗവത സന്ദർഭം. അർത്ഥാത് യച്ഛാസ്ത്രം വേദാർത്ഥം പൂരയതി തത് പുരാണം പ്രോച്യത്തെ എന്ന്. ഏവം കോശവ്യാകരണാനുസാരം പുരാണശബ്ദസ്യ അനേകാർത്ഥാഃ സന്തി. ഇങ്ങനെ പുരാണശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് കോശം വ്യാകരണമൊക്കെ അനുസരിച്ച്. പരന്തു പക്ഷേ അത്ര പുരാണശബ്ദേന പ്രാചീനാഖ്യാനയുക്താഃ ധർമ്മപ്രതിപാദകാഃ മഹർഷിണാ വേദവ്യാസേന വിരചിതാഃ സർഗപ്രതിസർഗാദിവർണിതാഃ ഗ്രന്ഥവിശേഷ ഏവ സൂച്യന്തെ. ഇവിടെ പുരാണം എന്നുള്ള ശബ്ദം കൊണ്ട് മഹർഷി വേദവ്യാസനാൽ എഴുതപ്പെട്ടതായിട്ടുള്ള ആ ഗ്രന്ഥസമൂഹത്തെയാണ് പുരാണം എന്ന് പറയുന്നത്. വായുപുരാണേ പ്രോക്തം യത് പ്രാചീനകാലേ ജീവിതമാസീത് അദ്യാപി ജീവിതമസ്തി തത് സാഹിത്യമേവ പുരാണമിതി. വായുപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു. എന്താണ് വായുപുരാണത്തിൽ പറയുന്നത്? യസ്മാത് പുരാഹ്യനതീദം പുരാണം തേന തത് സ്മൃതം നിരുക്തിമസ്യ യോ വേദ സർവപാപൈ വിമുച്യത്തെ. വായുപുരാണത്തിൽ പറയുന്നത് യസ്മാത് പുരാഹ്യനതീദം പുരാണം തേന തത് സ്മൃതം നിരുക്തിമസ്യ യോ വേദ സർവപാപൈ വിമുച്യത്തെ. ബ്രഹ്മാണ്ഡപുരാണത്തിൽ എന്താണ് പറയുന്നത്? ബ്രഹ്മാണ്ഡപുരാണത്തിൽ പറയുന്നു യസ്മാത് പുരാ ഹ്യഭൂച്ചൈതത് പുരാണം തേന തത് സ്മൃതം ഇതി. യസ്മാത് പുരാ ഹ്യഭൂച്ചൈതത് പുരാണം തേന തത് സ്മൃതം എന്ന് ബ്രഹ്മാണ്ഡപുരാണത്തിൽ പറയുന്നു. പദ്മപുരാണത്തിൽ എന്താണ് പറയുന്നത്? പുരാ പരമ്പരാം വക്തി പുരാണം തേന വൈ സ്മൃതം എന്ന് പദ്മപുരാണത്തിൽ പറയുന്നു. പുരാ പരമ്പരാം വക്തി പുരാണം തേന വൈ സ്മൃതം എന്ന് പദ്മപുരാണത്തിൽ പറയുന്നു. മത്സ്യപുരാണത്തിൽ പറയുന്നു പുരാതനസ്യ കൽപ്പസ്യ പുരാണാനി വിദുർബുധാഃ എന്ന് മത്സ്യപുരാണത്തിൽ പറയുന്നു. മത്സ്യപുരാണത്തിൽ പറയുന്നു പുരാതനസ്യ കൽപ്പസ്യ പുരാണാനി വിദുർബുധാഃ എന്ന്. ഇങ്ങനെ ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാം. ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.